അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് അസൂയുണ്ടോ? എനിക്കൊന്നുമില്ല. ഈ അസൂയ എന്ന് പറയുന്ന സാധനം വലിയ ഡേഞ്ചറാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു തരുന്നുണ്ട്, നമ്മുടെ കർമ്മങ്ങളൊക്കെ അസൂയ കരിച്ചു കളയും. എങ്ങനെയാണെന്നറിയോ? ഈ തീ വിറകിനെ കരിച്ചു കളയല്ലോ, അതുപോലെ തന്നെ അസൂയുള്ള മനുഷ്യർ എത്ര നിസ്കരിച്ചാലും ഹജ്ജ് ചെയ്താലും നോമ്പ് പിടിച്ചാലും സക്കാത്ത് കൊടുത്താലും അസൂയ അത് മുഴുവൻ കരിച്ചു കളയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അസൂയ ഉണ്ടെങ്കിൽ മാറ്റി വെക്കണം കേട്ടോ. ഈ അസൂയയിൽ നിന്നാണ് സിഹറും കണ്ണേറും പോലും ഉണ്ടാകുന്നത് എന്ന് വിശുദ്ധ ഖുർആനിക അധ്യാപനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് നീ കാക്കണയല്ല. ഈ സൂറത്ത് ഇറങ്ങാനുണ്ടായ സാഹചര്യം പുണ്യനബിക്ക് സിഹർ ഏറ്റപ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സിഹറിലേക്കുള്ള ഏറ്റവും വലിയൊരു കാരണമായി ഖുർആൻ പഠിപ്പിക്കുന്നത് അസൂയയാണ്. ഓക്കെ, അപ്പോൾ അസൂയക്കാരുടെ 5 ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു തരികയാണ്. ലൈഫിലുണ്ടെങ്കിൽ മാറ്റിവെക്കുക. അള്ളാഹു അത്തരം അസൂയാലുക്കരുടെ അസൂയയിൽ നിന്ന് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തേത്, ഒരിക്കലും മുഖപ്രസന്നതയുണ്ടാവില്ല. തൻ്റെ സഹോദരനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്വതക്കയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷേ അസൂയുള്ള മനുഷ്യർക്ക് ഒരിക്കലും മുഖപ്രസന്നതയോടെ ചിരിക്കാൻ പറ്റില്ല. ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ കാണിക്കും എന്നല്ലാതെ മുഖപ്രസന്നത ഉണ്ടാവില്ല. എന്തിനാ അങ്ങനെ അസൂയ വെക്കുന്നത്? എന്തിനാ? ഒരാളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്നത് കണ്ടിട്ട് നമ്മൾ അസൂയ വെച്ച് അവർക്കെതിരെ ദുആ ചെയ്യുന്നവരാണെങ്കിൽ അതുപോലെ നമുക്കും സംഭവിക്കും എന്നല്ലേ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഒരു സഹോദരന് വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ, ഒരാൾക്കൊരു ബറക്കത്ത് കിട്ടി, നമ്മുടെ അയൽപ്പക്കത്തുള്ള വീട്ടുകാരൻ ചിലപ്പോൾ എന്ത് ചെയ്തൊരു കാറ് വാങ്ങി, അത് കാണുമ്പോൾ തന്നെ നമ്മളെന്ത് പറയും? പടച്ചോൻ ഇതൊക്കെ കാണുന്നുണ്ട് പുള്ളേ. അങ്ങനെ പറയാൻ പാടില്ല. അത് കാണുമ്പോൾ തന്നെ മാഷാ അല്ലാ, പടച്ചവനെ നീ അയാൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ സഹോദരന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ അല്ലാഹു നിശ്ചയിച്ച ചില മാലാഖമാരുണ്ട്. അവരങ്ങ് ആമീൻ പറയും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്കും ആ ബറക്കത്ത് ലഭിക്കുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ബറക്കത്തില്ലാതെ പോണതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ അസൂയ ഉള്ളത് കൊണ്ടാണ്. മറ്റുള്ളവർ നന്നാകുന്നത് നമുക്ക് കണ്ടുകൂടാ. ഇനി മുതൽ അങ്ങനെയുള്ള മനസ്സുണ്ടെങ്കിൽ മാറ്റിവെച്ചു. എല്ലാവരും നന്നാകുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നിക്കും. അതായത് ഒരു ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കണം. നമ്മൾ എന്താ അവിടെയൊക്കെ ഒരു തള്ളിച്ച അവളൊക്കെ നടക്കണാട്ടില്ലേ, അങ്ങനെ പറയാൻ പാടില്ല. അവർ സന്തോഷത്തോടെ പോകണമ്പോൾ മാഷാ അല്ലാ, അള്ളാഹു നീ അവരുടെ ലൈഫിൽ ബറക്കത്ത് ചെയ്യണേ. എത്ര പേരങ്ങനെ പറയും? അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ബറക്കത്ത് ലഭിക്കുന്ന കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമാത്രം ഹൃദ്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ മുഖപ്രസന്നതയില്ലാത്തവർ അസൂയാലുക്കളാണെന്നാണ്. രണ്ടാമത്തേത്, ഒരിക്കലും സലാം പറഞ്ഞവർ തുടങ്ങില്ല. വല്ലപ്പോഴും പറഞ്ഞെങ്കിലായി. പതിവായി സലാം പറഞ്ഞു തുടങ്ങാത്ത സ്വഭാവമുള്ളവരാണെങ്കിൽ അത് അസൂയാലുക്കളുടെ ലക്ഷണമാണെന്നാണ് ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാർ പറയുന്നുണ്ട്. അയിമ്മച്ചുകൾ രേഖപ്പെടുത്തുന്നൊരു കാര്യമാണ്, ആദ്യം സലാം പറയുന്ന മനുഷ്യൻ അഹങ്കാരം വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ അഹങ്കാരം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ ആദ്യം അസ്സലാമു അലൈക്കും, അവൻ എന്നോട് പറയട്ടെ ഞാനല്ലേ വലുത്, അങ്ങനെ ചിന്തിക്കുന്നവരല്ല. ആദ്യം അങ്ങോട്ട് സലാം പറഞ്ഞു തുടങ്ങുന്നവർ വിനയാന്യതരാണ്. അവർക്ക് അസൂയ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ തീരെ സലാം പറയൂല. ഈ സലാം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രാർത്ഥനയാണല്ലോ, അള്ളാഹുവിൻ്റെ ശാന്തി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ്. ഇനി ഞാനും എന്തുമായിരുന്നു അവർക്ക് ശാന്തി കിട്ടിപ്പോയാലോ എന്ന് ചിന്തിച്ചിട്ടാണോ എന്നറിയില്ല. ചില ആളുകൾ തീരെ അങ്ങനെ സലാം പറയാത്തവരാണെങ്കിൽ അവർ അസൂയാലുക്കളാണ്, അസൂയാലുക്കളുടെ ലക്ഷണമാണ്. മൂന്നാമത്തേത്, ചെറിയ സ്വതക്ക പോലും ചെയ്യാത്ത മനുഷ്യർ. ഒരു ചെറിയ തുക പോലും അല്ലെങ്കിൽ ശാരീരികമായ സഹായം പോലും ഒന്നിനും ഇറങ്ങി ചെയ്യാത്ത മനുഷ്യർ അസൂയാലുക്കരുടെ ലക്ഷണമാണ് അത് എന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കൊടുത്തിട്ട് ഒരാൾ നന്നാകണ്ട, എങ്ങനെ ആരെങ്കിലും നന്നാകണമെന്ന് എനിക്ക് കണ്ടുകൂടാ. പ്രത്യേകിച്ച് അയൽപക്കത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് സഹായിക്കാത്തവർ. അയൽപക്കത്തൊരു കാര്യം, ഇപ്പോൾ അയൽപക്കത്ത് ഒരാൾ ഒറ്റയ്ക്കാണ്, ഭർത്താവ് വിദേശത്താണ് എന്ന് വെക്കുക, ഒരു പെണ്ണൊറ്റയ്ക്ക് താമസിക്കുന്നു. അപ്പോൾ അയൽവക്കത്ത് ഒരുപാട് സഹോദരിമാരുണ്ട്. ഒന്ന് വീട്ടിലേക്ക് എന്നിട്ട് മോളെ വല്ലതും കഴിക്കാനൊക്കെ ഉണ്ടോ, എങ്ങനെ പോകുന്നുണ്ട് ലൈഫ്, എന്തെങ്കിലുമൊക്കെ സഹായം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞൊരു സഹായാനുഭൂതിയോടുകൂടെ ഒരു സ്വതക്കയുടെ മെൻറ്റാലിറ്റിയോടുകൂടെ അതൊക്കെ ചെയ്യുന്ന അയൽവക്കത്തുള്ളവരാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. പക്ഷെ അങ്ങനെ ചെയ്യാതെ മാറി നിൽക്കുന്ന, ഒരു സ്വതക്ക പോലും ചെയ്യാൻ മടിക്കുന്നവർ അത് അസൂയാലുക്കളുടെ ലക്ഷണമാണ് എന്നാണ്. നാലാമത്തേത്, നമ്മുടെ കുറവുകൾ മാത്രം കാണുന്ന ആളുകൾ. ചില ആളുകളുണ്ട്, അവർ എല്ലാവരുടെയും കുറവുകളെ കാണുള്ളൂ, ഒരു പോസിറ്റിവിറ്റിയും അവർ കണ്ടെത്തുകയില്ല.
അവരിൽ ഒരുപാട് കുറവുകളുണ്ട്, അതവർ കാണൂല. മറ്റുള്ളവരുടെ കുറവുകൾ നോക്കി ഇങ്ങനെ നടക്കണം. എന്ത് നന്മ ചെയ്താലും ആ നന്മ അവരുടെ കണ്ണിൽ പെടുകയില്ല. അവർ നെഗറ്റിവിറ്റിയുടെ പിന്നാലെ മാത്രം പോകുന്നവരാണ്. മറ്റുള്ളവരുടെ നെഗറ്റീവുകൾ കണ്ടെത്തുന്നവർ അസൂയാലുകളാണെന്നാണ്. 5-ാമത്തേത്, തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണുന്നവർ. അവന് വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്, എന്നാലും അവക്കൊക്കെ കിട്ടിയേക്കണുണ്ടില്ലേ, അത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊക്കെ എന്തുട്ടാ കിട്ടിയ ഒന്നുമില്ല. എപ്പോഴും മുകളിലേക്ക് നോക്കും. മറ്റുള്ളവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അസൂയയോടെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അത് ഏറ്റവും വലിയ അസൂയാലുവിൻ്റെ ലക്ഷണമാണ്. ഒരിക്കലും പാടില്ല എന്നാണ്. തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴും താഴേക്ക് നോക്കണം. പല ഘട്ടങ്ങളിലും പല കേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, ചില തെരുവുകളിൽ ചെല്ലുമ്പോൾ ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഈ ഡൽഹിയിൽ ഞങ്ങൾ ദഅവത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ റൊട്ടി ഒരു റൊട്ടി ഒരു ദിവസം കഴിക്കും. ഒരു നേരാണ് ഭക്ഷണം കഴിക്കുക. ചെറിയ കുഞ്ഞുങ്ങൾ പോലുണ്ട്. അവിടെയൊക്കെ വെച്ച് പൊട്ടിക്കരഞ്ഞ് സുജൂദിൽ വീണ് പോയിട്ടുണ്ട്. പടച്ചോനെ, നീ ഞങ്ങൾക്കൊക്കെ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്ര വലുതാണല്ല. അത് ബോധ്യപ്പെടണമെങ്കിൽ താഴേക്ക് നോക്കണമെന്ന് പഠിപ്പിക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണുന്നവൻ ഏറ്റവും വലിയ അസൂയാലുവാണെന്നാണ്. അപ്പോൾ അസൂയ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും തിന്നുകളയുന്ന ഏറ്റവും മോശമായ ഒരു ചിന്താഗതിയാണ്. ഒരിക്കലും അത് നമ്മിലുണ്ടാകാൻ പാടില്ല. ഈ പറയുന്ന 5-ൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ പോലും അതൊക്കെ മാറ്റി കറകളഞ്ഞ ഇഖ്ലാസുള്ള ഈമാനുള്ള ചക്കവയുള്ള ലൈഫ് കെട്ടിപ്പടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.